അടുപ്പിച്ചടുപ്പിച്ച് പ്രധാനമന്ത്രി എത്തുന്നു. നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ സന്ദർശിക്കുന്നു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന എൻ.ഡി.എ പദയാത്ര മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർത്തുന്നു. 3 പതിറ്റാണ്ട് മുമ്പ് കേരളത്തിൽ ഞങ്ങൾക്കും ഒരു അവസരം തരൂ എന്ന് പറഞ്ഞ ബി.ജെ.പിയിൽ നിന്ന് പാർട്ടി ഏറെ മുന്നോട്ടു പോയിരിക്കുന്നു. വലിയ ആത്മവിശ്വാസത്തോടെയാണ് ബി.ജെ.പി. നയിക്കുന്ന എൻ.ഡി.എ മുന്നണി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. കേരളത്തിൽ നേട്ടമുണ്ടാക്കാനുള്ള തന്ത്രം മെനയുകയാണ് ബി.ജെ.പി. മതവും ജാതിയും പറഞ്ഞൊന്നും കേരളത്തിൽ ക്ലച്ചു പിടിക്കാനാവില്ലെന്ന് ബി.ജെ.പി. നന്നായി മനസ്സിലാക്കി. ശബരിമല വിഷയത്തിൽ വലിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്തിയെങ്കിലും പോളിംഗിൽ അതൊന്നും പ്രതിഫലിച്ചില്ല. ഉണ്ടായിരുന്ന ഒരു എം.എൽ.എയെ കൂടി ബി.ജെ.പിക്ക് നഷ്ടമായി. തുടർന്നാണ് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന സ്വീകാര്യത പാർട്ടി നേതാക്കളുടെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. ട്രോളുകളിൽ നിറയുമ്പോഴും എതിർപ്പുകൾ ഉയരുമ്പോഴും സുരേഷ് ഗോപിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇക്കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി റോഡ് ഷോ നടത്തിയത്. റോഡ് ഷോയ്ക്കെത്തിയ ജനക്കൂട്ടം ബി.ജെ.പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിനും പ്രധാനമന്ത്രി എത്തി. എന്നു മാത്രമല്ല, കാരണവരായി നിന്ന് വിവാഹം നടത്തിക്കുകയും ചെയ്തു. പാർട്ടി നേതാക്കൾക്കൊപ്പം വിവിധ മേഖലകളിലെ പ്രമുഖരെ കൂടി സ്ഥാനാർത്ഥികളാക്കാനുള്ള നീക്കമാണ് ബി.ജെ.പി. നടത്തുന്നത്. കേരളത്തിന്റെയും ഇന്ത്യയുടെയും അഭിമാനമുയർത്തിയ പി.ടി. ഉഷ, ഉണ്ണി മുകുന്ദൻ എന്നിവരെ സ്ഥാനാർത്ഥികളാക്കാൻ നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇവർ നിലവിൽ ബി.ജെ.പി. പാളയത്തിൽ തന്നെയാണ്. മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരന്റെ പേരാണ് പത്തനംതിട്ടയിൽ ആദ്യം പരിഗണിച്ചത്. പിന്നീടാണ് ഉണ്ണിമുകുന്ദന്റെ പേര് മുന്നോട്ട് വെച്ചത്. ഉണ്ണിമുകുന്ദൻ മത്സരിച്ചാൽ തിരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. ശബരിമല ഇതിവൃത്തമായ മാളികപ്പുറം എന്ന ചിത്രത്തിൽ ഉണ്ണിമുകുന്ദൻ അയ്യപ്പന്റെ റോൾ അവതരിപ്പിച്ചത് വലിയ സ്വീകാര്യത നേടിയിരുന്നു. ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ ഇത് അനുകൂല ഘടകമാണെന്നാണ് ബി.ജെ.പി. കരുതുന്നത്. ഇവർക്കൊപ്പം ഉയർന്നു കേൾക്കുന്ന പേരാണ് ഗായിക കെ.എസ്. ചിത്രയുടേത്. ചിത്ര തിരുവനന്തപുരത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ചിത്ര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ചിത്രയെ വിമർശിച്ചും അനുകൂലിച്ചും പ്രസ്താവനകൾ വന്നു. പിന്നാലെയാണ് ചിത്ര തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതായി വാർത്തകൾ വരുന്നത്. നടൻ ഉണ്ണിമുകുന്ദൻ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് പി.ടി. ഉഷയുടെയും ചിത്രയുടെയും പേരുകൾ കേൾക്കുന്നത്. പി.ടി. ഉഷയെ കോഴിക്കോട്ട് മത്സരിപ്പിക്കാനാണ് നീക്കം. ഉഷയും ചിത്രയുമൊക്കെ മത്സരിച്ചാൽ രാഷ്ട്രീയത്തിന് അതീതമായി നിഷ്പക്ഷ വോട്ടുകൾ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ബി.ജെ.പി. എന്തായാലും തിരഞ്ഞെടുപ്പിനായി ബി.ജെ.പി. ഒരുങ്ങിക്കഴിഞ്ഞു. ബി.ജെ.പി. മെനയുന്ന തന്ത്രങ്ങൾ എത്രമാത്രം വിജയിക്കുമെന്ന് കാത്തിരുന്നു കാണാം.